UAE-യിൽ നിന്ന് ഒമാനിലുള്ള ബുറൈമിയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ മസ്കത്ത് യാത്രയ്ക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നതാണ് അൽ ഐൻ ബുറൈമി ചെക്ക് പോസ്റ്റിൽ ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണം. നേരത്തെ UAE റെസിഡൻസ് വിസയിലുള്ള വിദേശികൾക്ക് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ബുറൈമിയിലേക്ക് പ്രവേശിക്കാമായിരുന്നു. ഈ മാസം 10-നാണ് പുതിയ നിയന്ത്രണം ആരംഭിച്ചത്. നുഴഞ്ഞുകയറ്റക്കാരെയും നിയമലംഘകരെയും നിയന്ത്രിക്കാനാണ് ചെക്ക് പോസ്റ്റിൽ നിയന്ത്രണം കർശനമാക്കിയത്. പക്ഷേ നിയന്ത്രണം മലയാളികൾ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളെയും കച്ചവടക്കാരെയുമാണ് ബാധിക്കുക. ബുറൈമിയിൽ നിന്ന് അൽ ഐനിലെ വിവിധ സ്കൂളുകളിൽ പഠനത്തിനെത്തുന്ന നിരവധി വിദ്യാർത്ഥികൾക്കും ഇത് പ്രയാസം സൃഷ്ടിക്കും. അൽ ഐനിനോട് ചേർന്ന് കിടക്കുന്ന ഒമാന്റെ പ്രവിശ്യകളായ ബുറൈമിയിലേക്കും മഹദയിലേക്കും 2008 ജൂലൈ വരെ നിയന്ത്രണം ഇല്ലായിരുന്നു. 2008 നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മദീഫ് ചെക്ക് പോസ്റ്റ് GCC പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. പുതിയ നിയന്ത്രണം വന്നതോടെ ഹീലി ചെക്ക് പോസ്റ്റിലെ എമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്ന് പാസ്പോർട്ടിൽ എക്സിറ്റ് സീൽ പതിക്കണം. ഇതിന് ചാർജ് 35 ദിർഹം കാർഡ് വഴി തന്നെ അടയ്ക്കുകയും വേണം. പിന്നീട് വാദി ജസി ചെക്ക് പോസ്റ്റിലെ എമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്ന് 28 ദിവസത്തെ സന്ദർശക വിസ അടിച്ച ശേഷം ഹീലി ചെക്ക് പോസ്റ്റിൽ എൻട്രി സീൽ ലഭിച്ചിട്ട് വേണം ബുറൈമിയിലേക്ക് പ്രവേശിക്കാൻ. ഒമാനിലെ ബുറൈമിയിൽ താമസിച്ച് നിത്യജീവിതത്തിന് UAE-യിലെ അൽ ഐനെ ആശ്രയിക്കുന്നവരെയാണ് ഇത് കാര്യമായി ബാധിക്കുക. മീഡിയ 1 അബുദാബി.